ശ്രീമതി വർഷ കുൽക്കർണിയുടെ അമ്മായിയമ്മയായ 69 വയസ്സുള്ള ശ്രീമതി മണീഷ കുൽക്കർണി ഗുരുതരമായ കരൾ സിറോസിസ്, ലിവർ സിറോസിസ് രോഗം ബാധിച്ച് വലയുകയായിരുന്നു. രോഗം അതീവ ഗുരുതരാവസ്ഥയിലെത്തിയതിനാൽ അടുത്ത ഘട്ട ചികിത്സയായി ഡോക്ടർമാർ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ലിവർ ട്രാൻസ്പ്ലാന്റ് നിർദ്ദേശിച്ചു. കരൾ മാറ്റിവെക്കൽ വളരെ സങ്കീർണവും അപകടസാധ്യതയേറിയതുമായ ഒരു ശസ്ത്രക്രിയയായതിനാൽ ഇത് കുടുംബത്തിന് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സമയമായിരുന്നു. അത്തരം സാഹചര്യത്തിൽ അവരുടെ മരുമകളായ വർഷ കുൽക്കർണി മറ്റ് ചികിത്സാ മാർഗങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. എൻ്റെ പേര് വർഷ കുൽക്കർണിയാണ്. എൻ്റെ അമ്മായിയമ്മയുടെ പേര് മനീഷ കുൽക്കർണി. വയസ്സ് 69. അവർ കരൾ സിറോസിസ്, ലിവർ സിറോസിസ് രോഗം ബാധിച്ചിരുന്നു. അവർക്ക് ശരിയായി ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ലായിരുന്നു. കൂടാതെ മൂത്രസംബന്ധമായും ഷുഗർ സംബന്ധമായും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ശരീരത്തിൽ യാതൊരു ഊർജവും ഇല്ലാത്തതിനാൽ അവർ കൂടുതലായും ഒരിടത്ത് തന്നെ ഇരിക്കുമായിരുന്നു. എല്ലാ മരുന്നുകളും സ്ഥിരമായി കഴിച്ചിരുന്നിട്ടും അവരുടെ ആരോഗ്യത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല. ഡോക്ടർമാർ, ഇത് അവസാനഘട്ട മരുന്നു ചികിത്സയാണ്. ഇതിൻ്റെ ഫലം താൽക്കാലികമായിരിക്കും. അതിനുശേഷം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ലിവർ ട്രാൻസ്പ്ലാന്റ് അനിവാര്യമാകും എന്നറിയിച്ചു. 2025 ഓഗസ്റ്റ് 15 നടത്തിയ CT അബ്ഡോമൻ പെൽവിസ് പരിശോധനയിൽ അവരുടെ കരളിൻ്റെ അവസ്ഥ വളരെ ഗുരുതരമാണെന്ന് കണ്ടെത്തി. റിപ്പോർട്ട് അനുസരിച്ച് കരൾ കോശങ്ങളിലുണ്ടായ അസാധാരണ വളർച്ച മൂലം നിരവധി ചെറിയ കുരുക്കുകൾ, നൊഡ്യൂൾസ് രൂപപ്പെട്ടിരുന്നു. കൂടാതെ കരളിൻ്റെ വലിപ്പവും കുറഞ്ഞിരുന്നു. കൂടാതെ പോർട്ടൽ വെയിൻ 15 മില്ലിമീറ്റർ വരെ വികസിച്ചിരുന്നതായി കണ്ടെത്തി. ഇത് കരളിന് മേൽ അമിത സമ്മർദ്ദമുണ്ടെന്ന് സൂചിപ്പിച്ചു. അതോടൊപ്പം വയറിനുള്ളിൽ ഗണ്യമായ അളവിൽ ദ്രാവകവും അടിഞ്ഞുകൂടിയിരുന്നു. ഇത്രയും ഗുരുതരമായ സാഹചര്യത്തിൽ കുടുംബം മോഡേൺ ഹോമിയോപ്പതി ചികിത്സ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. മറ്റ് ചികിത്സാമാർഗങ്ങൾ അന്വേഷിക്കുന്നതിനിടെ ഞാൻ യൂട്യൂബിൽ ഓൺലൈനായി പഠനം നടത്തി. അപ്പോഴാണ് മോഡേൺ ഹോമിയോപ്പതിയെക്കുറിച്ച് അറിഞ്ഞത്. അവിടെ ചികിത്സ നേടിയ പലരുടെയും അനുഭവങ്ങളും അഭിപ്രായങ്ങളും വായിച്ച ശേഷം എൻ്റെ അമ്മായിയമ്മയെ ചികിത്സയ്ക്കായി ഇവിടെ കൊണ്ടുവരാൻ ഞാൻ തീരുമാനിച്ചു. മോഡേൺ ഹോമിയോപ്പതി ചികിത്സ ആരംഭിച്ചതിന് ശേഷം 2026 മാർച്ച് 10 വീണ്ടും പരിശോധന നടത്തി. ആ റിപ്പോർട്ടിൽ അവരുടെ കരളിൻ്റെ അവസ്ഥയിൽ ശ്രദ്ധേയമായ പുരോഗതിയുണ്ടായതായി കണ്ടെത്തി. കരളിൻ്റെ വലിപ്പം 12.1 സെന്റിമീറ്ററായി മെച്ചപ്പെട്ടിരുന്നു. കൂടാതെ പോർട്ടൽ വെയിൻ്റെ വലിപ്പവും സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. ഇൻട്രാ ഹെപ്പാറ്റിക് ബിലിയറി റാഡിക്കൽസും പൂർണ്ണമായും സാധാരണ നിലയിലായിരുന്നു. അതോടൊപ്പം CBD വികസിച്ചിരുന്നില്ല. ഇത് പിത്തനാളങ്ങളിൽ യാതൊരു തടസ്സവുമില്ലെന്ന് സൂചിപ്പിച്ചു. മൊത്തത്തിൽ ആ റിപ്പോർട്ട് അവരുടെ കരളിൻ്റെ അവസ്ഥയിൽ പോസിറ്റീവ് മാറ്റങ്ങളും സ്ഥിരതയും ഉണ്ടായതായി വ്യക്തമായി കാണിച്ചു. അവരുടെ ആരോഗ്യനില മുമ്പത്തേക്കാൾ വളരെ മെച്ചപ്പെട്ടിരുന്നു. ഈ പുരോഗതി വളരെ പ്രതീക്ഷ നൽകുന്നതായതിനാൽ ഇനി കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യമില്ലാതാകുമെന്ന പ്രതീക്ഷ കുടുംബത്തിനും ലഭിച്ചു. പേഷ്യൻ്റ് 3 ഏകദേശം 1.5 മാസത്തിന് ശേഷം അവരുടെ ഭക്ഷണവും വെള്ളം കുടിക്കുന്ന ശീലവും ഗണ്യമായി മെച്ചപ്പെട്ടു. ക്രമേണ എല്ലാം സാധാരണ നിലയിലേക്ക് മടങ്ങിത്തുടങ്ങി. അവരുടെ ആരോഗ്യനിലയും വളരെ മെച്ചപ്പെട്ടു. അവർ വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. മുമ്പ് വളരെ ചുരുങ്ങിയിരുന്ന കരൾ വീണ്ടും അതിൻ്റെ സാധാരണ വലിപ്പം കൈവരിച്ചു. നിലവിൽ അവരുടെ LFT, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് റിപ്പോർട്ടുകൾ എല്ലാം പൂർണ്ണമായും സാധാരണ നിലയിലാണ്. തുടർന്നെടുത്ത 2-3 റിപ്പോർട്ടുകളും ഇത് സ്ഥിരീകരിച്ചു. ഡോക്ടർ വിജയകുമാർ മാനെ നൽകിയ മരുന്നുകൾ വളരെ ഫലപ്രദമായിരുന്നു. അവയുടെ സഹായത്തോടെ അവരുടെ ആരോഗ്യനിലയിൽ ശ്രദ്ധേയമായ പുരോഗതിയുണ്ടായി. അതിനാൽ കരൾ സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ഈ ചികിത്സയെക്കുറിച്ച് പരിഗണിക്കണമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ചികിത്സയിലൂടെ അവർക്ക് മികച്ച പുരോഗതി ലഭിച്ചു. ഒരു കാലത്ത് മണീഷ കുൽക്കർണിക്ക് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമായിരുന്നു ഏക പരിഹാരമായി കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് അവരുടെ ആരോഗ്യനിലയിൽ കാണുന്ന ഈ ശ്രദ്ധേയമായ പുരോഗതി മോഡേൺ ഹോമിയോപ്പതി ചികിത്സയിലൂടെ സാധ്യമായതാണ്.
അവരുടെ ആരോഗ്യത്തിലുണ്ടായ ഈ പോസിറ്റീവ് മാറ്റം അവർക്കും അവരുടെ കുടുംബത്തിനും പുതിയ പ്രതീക്ഷയും സന്തോഷവും സമ്മാനിച്ചിട്ടുണ്ട്.